നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂർ എന്ന സ്ഥലത്ത് ഇടപ്പാറ മലദേവർ നടയിലാണ്. ഈ ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. പത്തനംതിട്ട ജില്ലയിൽ നിരവധിയായ ക്ഷേത്രങ്ങളുണ്ടെങ്കിലും ഈ ക്ഷേത്രം പ്രസിദ്ധമാകുന്നത് കായംകുളം കൊച്ചുണ്ണിയുടെ ക്ഷേത്രം എന്ന പേരിലാണ്. കായംകുളം കൊച്ചുണ്ണിയെ പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രം എന്ന പേരിൽ നമ്മൾ കായംകുളം കൊച്ചുണ്ണി സിനിമയിൽ തന്നെ കേട്ടിട്ടുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ നടയിലാണ് ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്നത്. ഇതിൻ്റെ ക്ഷേത്ര ഐതിഹ്യം പറയുന്നത്, വർഷങ്ങൾക്ക് മുമ്പ് കായംകുളം കൊച്ചുണ്ണി തൻ്റെ പ്രതാപ കാലഘട്ടത്തിൽ ഇവിടുന്ന് തിരുവിതാംകൂറിലെ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ട ഒരു ഊരാളിയെ വഴിയിൽ വെച്ച് ചില അക്രമി സംഘങ്ങൾ തടയുകയും അദ്ദേഹത്തെ ആക്രമിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തു. കായംകുളം കൊച്ചുണ്ണി എന്ന നാമത്തിലാണ് അവർ ആക്രമിച്ചത്. യഥാർത്ഥ കായംകുളം കൊച്ചുണ്ണി ഇദ്ദേഹത്തെ കണ്ടെത്തി അദ്ദേഹത്തെ രക്ഷിക്കുകയും അദ്ദേഹത്തിൻ്റെ മുതൽ മടക്കി വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. അങ്ങനെ പണം മടക്കി കൊടുക്കുന്നത് കൂടാതെ തന്നെ അദ്ദേഹത്തെ ഇവിടെ ഈ പ്രദേശത്ത് കൊണ്ട് തിരിച്ചു വിട്ടു എന്നുമാണ് പറയുന്നത്. അങ്ങനെ മടങ്ങിയെത്തിയ അദ്ദേഹത്തിന് കായംകുളം കൊച്ചുണ്ണിയോട് തീർത്താൽ തീരാത്ത ഒരു കടമ നിലനിൽക്കുകയും അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ആവാഹിച്ച് ഈ എടപ്പാറ ഈ മലനടയിൽ കായംകുളം കൊച്ചുണ്ണിയെ പ്രതിഷ്ഠിച്ചു എന്നുമാണ് ഒരു ഐതിഹ്യം. നിരവധിയായ ഐതിഹ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രദേശം ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരാറുണ്ട്. നമ്മുടെ മോഷ്ടിക്കപ്പെട്ട വസ്തുക്കൾ മടക്കി കിട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കായംകുളം കൊച്ചുണ്ണിക്ക് എല്ലാവരും ഇവിടെ വഴിപാടുകൾ സമർപ്പിക്കുന്നത്. മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ചടങ്ങും ഇവിടെ പ്രചാരത്തിലുണ്ട്. മുറുക്കാനും മെഴുകുതിരിയൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടും വയ്ക്കുന്നത്. നിരവധി ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന അതിമനോഹരമായ ഒരു ഗ്രാമപ്രദേശമാണിത്. നമ്മുടെ കോഴഞ്ചേരിയിൽ നിന്നും പത്തനംതിട്ടയ്ക്ക് വരുന്ന വഴിയിലാണ് ഈ ക്ഷേത്രം. എടപ്പാറമല എല്ലാവർക്കും വളരെ പ്രസിദ്ധമാണ്. താല്പര്യമുള്ളവർ ഈ ക്ഷേത്രത്തിലെത്തി നേരിട്ട് ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ഈ ദൃശ്യങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ കഴിഞ്ഞ സന്തോഷത്തോടെ സ്നേഹപൂർവ്വം സജയൻ ചമ്പക്കുളം.